നമസ്കാരം. കേരള PC ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ പ്രീവിയസ് ഇയർ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഈ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കണ്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ കൂടിയാണ് ഞാൻ. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ പേര് അനൂപ് എസ് പിള്ള എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. A mixture of 40 liters of wine and water contains wine and water in the ratio 3:1. How much water must be added to it so that the ratio of wine to water may become 5:2? 1 liter, 3 liter, 5 liter, 2 liter. എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം? ഒരു 40 ലിറ്റർ മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചർ എന്ന് പറയുമ്പോൾ വൈനും വാട്ടറും കൂടി ചേർന്നതാണ്. അവയുടെ റേഷ്യോ തന്നിട്ടുണ്ട് 3:1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 40 ലിറ്റർ ഉണ്ട്. ഇപ്പോൾ അവയുടെ റേഷ്യോ 3:1 ആണ്. അപ്പോൾ എത്ര ലിറ്റർ വീതമായിരിക്കും വരുന്നത്? 40 ഇൻറ്റു റേഷ്യോൻ്റെ സം എടുക്കുക, 4ൽ 3 ഭാഗവും 40 ഇൻറ്റു 4ൽ 1 ഭാഗവും, അതായത് 30 ലിറ്റർ വൈനും 10 ലിറ്റർ വാട്ടറുമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 3:1 എന്നുള്ള റേഷ്യോയിൽ 40 ലിറ്റർ മിക്സറായി. നമ്മൾ ചോദ്യം ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു ഇറ്റ്, എത്ര ലിറ്റർ വാട്ടർ കൂടി ആഡ് ചെയ്താൽ സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് വൈൻ ടു വാട്ടർ മേ ബിക്കം 5:2. ഇവർ തമ്മിലുള്ള റേഷ്യോ 5:2 ആണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വാട്ടർ മാത്രമാണ് ആഡ് ചെയ്യുന്നത്, വൈൻ്റെ അളവിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഈ 5:2ൽ 5 എന്നുള്ള റേഷ്യോന് തുല്യമായ ഭാഗം 30 ലിറ്റർ തന്നെയാണ് ഇപ്പോഴും. അതായത് വൈൻ്റെ അളവ് 30 ലിറ്റർ തന്നെയാണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് 30 ലിറ്റർ ആണ് എങ്കിൽ 2 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദ്യം. 5ൻ്റെ 6 മടങ്ങാണ് 30, 2ൻ്റെ 6 മടങ്ങെടുക്കുക, 12 ലിറ്റർ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മുടെ ചോദ്യം എത്ര ലിറ്റർ ആഡ് ചെയ്യണം, എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണമെന്നായിരുന്നു ചോദ്യം. ഇപ്പോൾ 10 ലിറ്റർ ഉണ്ട്. 12 ലിറ്റർ ആക്കിയാൽ മാത്രമേ 30:12, അതായത് 5:2 എന്നുള്ള രീതിയിൽ ഈ റേഷ്യോ മാറുകയുള്ളൂ. അപ്പോൾ 2 ലിറ്ററാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 2 ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ 10 ലിറ്റർ എന്നുള്ളത് 12 ലിറ്റർ ആവും. അപ്പോൾ 2 ലിറ്ററാണ് കറക്റ്റ് ആൻസർ. ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? The salaries of Raju and Ramu together amount to ₹12,000. Raju spent 85% of his salary and Ramu spent 75% of his. If now the savings are the same, what is Ramu's salary? അതായത് 2 ആൾക്കാരുടെ കാര്യം പറയുകയാണ്. രാമുവും ഉണ്ട്, രാജുവും ഉണ്ട്. ഇവരുടെ ശമ്പളത്തിൻ്റെ തുക 12,000 rupees ആണ് തന്നിട്ടുണ്ട്, 12,000 രൂപയാണ് തന്നിട്ടുണ്ട്. രാജു 85% സാലറിയിൽ നിന്നുള്ള തുക ചെലവഴിച്ചു, രാജു 75% തുക ചെലവഴിച്ചു. ബാക്കിയുള്ള സേവിങ്സ് ഇവർ രണ്ടുപേരുടെയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രാമു 85% ചെലവഴിച്ചാൽ ബാക്കി എത്രയുണ്ട്? 15% ഉണ്ട്. രാജു ആണ് 85. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എഴുതാം. രാമു എത്ര ശതമാനമാണ് ചെലവഴിച്ചത്? 75% ചെലവഴിച്ചു. അപ്പോൾ സേവിങ്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 75% ചെലവഴിച്ചതിന് ശേഷം ബാക്കി 25% സേവിങ്സ് വരുന്നത്. രാജു 85% ചെലവഴിച്ചു, ബാക്കി സേവിങ്സ് ആയിട്ട് വരുന്നത് 15%. ഇത് രണ്ടും തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രാമുവിൻ്റെ ശമ്പളത്തിൻ്റെ 25%വും രാജുവിൻ്റെ ശമ്പളത്തിൻ്റെ 15%വും തുല്യമാണെന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ രണ്ടുപേരുടെ സേവിങ്സ് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ രാമുവിൻ്റെ രാജുവിൻ്റെ ശമ്പളങ്ങൾ തമ്മിൽ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? 15/25. പെർസെൻറ്റേജ് രണ്ടും ക്യാൻസലായി പോവും. 15/25 എന്ന് വരും. എത്ര വരും? 3:5 എന്ന് വരും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3:5 എന്ന് വരും. അതായത് ആകെ 12,000 രൂപയുള്ളതിൽ 3:5 എന്നുള്ള റേഷ്യോയിലാണ് ഇവർക്ക് സാലറി പോകുന്നത്. അപ്പോൾ രാമുവിൻ്റെ സാലറി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ രാമുവിൻ്റെ റേഷ്യോ എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? 3 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 5ഉം 3ഉം 8ൽ 3 ഭാഗമാണ്. രാമുവിൻ്റെയും രാജുവിൻ്റെയും സാലറിയിൽ നിന്നുള്ള റേഷ്യോ എത്രയാണ്? 3:5 ആണ്. അപ്പോൾ ടോട്ടൽ 8ൽ 3 ഭാഗമാണ് രാമുവിൻ്റെ ശമ്പളം വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ടെന്നാണ് പറഞ്ഞത്? 12,000 ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 12,000 / 8 × 3 എന്ന് വരും. 8 × 15 ആണ്
120 വരുന്നത് 80 + 40 120 വരും. 2 0 കൂടി ഇട്ട് കൊടുക്കുക. 1500 × 3 4500 എന്ന് ആൻസർ വരും. ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ബി ഓപ്ഷൻ 4500. ക്ലിയർ ആയല്ലോ? ഇരുവരുടെയും സേവിങ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു, അവരുടെ റേഷ്യോ കണ്ടുപിടിച്ചു. എന്നിട്ട് ടോട്ടൽ സാലറിയിൽ എത്ര ഭാഗമാണ് രാമുവിന് വരുന്നതെന്നും കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ചാനലിൻ്റെ GK ആൻഡ് മാത്സ് റിവിഷൻ ക്ലാസ്സുകൾ ടെലിഗ്രാമിൽ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സുകൾ ലഭിക്കുവാൻ നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സപ്പ് പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്യുക. ആദ്യത്തെ ചാനൽ എന്ന് പറയുമ്പോൾ GK റിവിഷൻ ചാനലാണ്. ടെലിഗ്രാമിൽ ഞാൻ അൺഅക്കാഡമിയിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത റിവിഷൻ ക്ലാസ്സുകളുടെ എല്ലാ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തും ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അനൂപ് GK റിവിഷൻ @അൺഅക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ മാത്സ് വിഭാഗത്തിലെ ക്ലാസ്സുകളെല്ലാം കൂടി ഷെയർ ചെയ്തിരിക്കുന്ന മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അനൂപ് മാത്സ് @അൺഅക്കാഡമി എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ചോദ്യം എന്താണ്? If a shopkeeper sells a mobile phone for rupees 5,400, he incurs a loss of 10%. What should be its selling price if he has to earn a profit of 20%? അതായത് ഒരു മൊബൈൽ കടക്കാരൻ 10% നഷ്ടത്തിന് വിറ്റപ്പോൾ 5400 രൂപയ്ക്കാണ് വിറ്റത്. അതായത് 100% അതിൻ്റെ യഥാർത്ഥ വിലയിൽ 10% കുറച്ചു കൊടുത്തു. അതായത് അതിൻ്റെ യഥാർത്ഥ വിലയുടെ 90% രൂപയാണ് 5400 തന്നിരിക്കുന്നത്. വാട്ട് ഷുഡ് ബി ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് ഇഫ് ഹി ഹാസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 20%? 100%-ൽ കൂടുതലായി 20% പ്രോഫിറ്റ് നേടണമായിരുന്നുവെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദ്യം. അതായത് 120% എത്രയാണെന്നാണ് ചോദ്യം. എത്ര വരും? 90ൻ്റെ 60 മടങ്ങാണ് 5400 വരുന്നത്. അപ്പോൾ ഇവിടെയും 90ൻ്റെ 60 മടങ്ങെടുക്കുക. എത്ര വരും? 7200 എന്ന് വരും. 7200 രൂപയാണ് കറക്റ്റ് ആൻസർ. 10% നഷ്ടത്തിന് വിറ്റപ്പോൾ 5400 രൂപയാണെങ്കിൽ 20% ലാഭം എന്ന് പറയുമ്പോൾ 120% കണ്ടുപിടിക്കണം. 90% എന്നാൽ 5400 ആണെങ്കിൽ 1% എന്നാൽ 5400 ഭാഗം 90, അതായത് 60 എന്ന് വരും. 120% എത്ര വരും? 120 × 60 7200 എന്ന് വരും. സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? The average age of a family of 6 members is 30. The age of the youngest member in the family is 5. What was the average age of the family at the time of birth of the youngest member? അതായത് 6 പേരടങ്ങുന്ന ഒരു ഫാമിലിയുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6 എന്നുള്ള നമ്പറാണ്, ആവറേജ് ആണ് 30. അപ്പോൾ ടോട്ടൽ അവരുടെ വയസ്സ് എത്ര വരും? 6 × 30 180 വയസ്സ് വരും. ഇപ്പോൾ അവരുടെ ടോട്ടൽ വയസ്സ് എന്ന് പറഞ്ഞാൽ 180 ആണ്. The age of the youngest member in the family is 5. ഈ 6 പേരിൽ ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രായം 5 വയസ്സാണ്. വാട്ട് വാസ് ദ ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഓഫ് ദ യങ്ങസ്റ്റ് മെമ്പർ? ഈ 5 വയസ്സുള്ള കുട്ടി ജനിക്കുമ്പോൾ അവരുടെ വയസ്സുകളുടെ ആവറേജ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 5 വയസ്സുള്ള കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം മുമ്പുള്ള ഇവരുടെ വയസ്സാണ് നോക്കേണ്ടത്. ഇപ്പോൾ 6 പേർക്ക് ശരാശരി വയസ്സ് 30 ആണെങ്കിൽ 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഈ 6 പേർക്കും 5 വയസ്സ് വീതം കുറയും. അതായത് 6 × 5 30 വയസ്സ് ഈ ടോട്ടൽ വയസ്സിൽ നിന്നും കുറയും. 180-ൽ നിന്നും 30 കുറയ്ക്കുക, 150 വയസ്സായിരിക്കും അപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക. 5 വർഷം മുമ്പാകുമ്പോൾ 6 പേരില്ല ആ സമയത്ത്, 5 വയസ്സുള്ള കുട്ടി ആ സമയത്ത് ജനിച്ചിട്ടില്ല. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ, ആവറേജ് കണ്ടുപിടിക്കാൻ, അപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 150 ഡിവൈഡ് ബൈ അപ്പോൾ എത്ര ആൾക്കാരുണ്ട്? അന്ന് ആ ഫാമിലിയിൽ 5 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. 150/5 30 എന്ന് വരും. 30 ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
ചോദ്യം എന്താണ്? അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ എ സം ഓഫ് മണി ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 12 ഇയേഴ്സ്? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് ഒരു നിക്ഷേപിച്ച തുക ഇരട്ടിയാകും? 12 വർഷം കൊണ്ട് എത്ര നിരക്കിൽ ആ തുക ഇരട്ടിയാകുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I=PNR/100 ആണ്. അപ്പോൾ ഒരു നിക്ഷേപിച്ച തുക ഇരട്ടിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നിക്ഷേപിച്ചതെങ്കിൽ പലിശയും 100% ലഭിക്കും. അപ്പോൾ ആകെ 200% ഇരട്ടി ലഭിക്കും. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച തുകയും പലിശയും തുല്യമായിരിക്കണം. എന്നാൽ മാത്രമേ രണ്ടും കൂടി ചേർത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ I=P കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? NR/100 1 എന്ന് വരും. NR=100 എന്ന് വരും. അപ്പോൾ നമുക്ക് റേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. N നമുക്ക് തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട്. അപ്പോൾ 100/N എടുക്കുക. അപ്പോൾ 12 കൊടുക്കുക. അപ്പോൾ എത്ര വരും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 25/3 എന്ന് വരും. 25/3% എന്നാണ് ആൻസർ വരുന്നത്. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ ഇരട്ടിയാകാനുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് റേറ്റ് ചോദിക്കുകയാണെങ്കിൽ 100/N ചെയ്ത് കഴിഞ്ഞാൽ, വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് റേറ്റ് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഇത് ഈ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ പാർട്ടായിരുന്നു. അപ്പോൾ ആദ്യ ഭാഗത്തെ ലിങ്ക് കൂടി ഈ വീഡിയോയുടെ കൂടെ ഉണ്ടായിരിക്കും, അതും കാണുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്താൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്ത് കാണാം. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.